കുമാർ കൂടി ചേരുകയാണ്. ശ്രീ പ്രദീപ് കുമാർ, ഇങ്ങനൊരു കരാർ വരികയാണ്, അതായത് 3400 കോടിയുടെ ഒരു കരാർ. ആ കരാറിലേക്കുള്ള അവസാന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ KSEB എത്തി നിൽക്കുന്നത്. ഫിനാൻഷ്യൽ ബിഡ് തുറക്കുക എന്നത് മാത്രമാണ് നടപടി. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു നടപടി ഉണ്ടായി എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഞാൻ പ്രദീപ് നെയ്യാറ്റിങ്കര, INTUC ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ ഇതിനകത്ത് ഈ സ്മാർട്ട് മീറ്റർ പദ്ധതിയുമായിട്ട് KSEBയുടെ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളിവിടെ ഒരു സംയുക്ത പ്ലാറ്റ്ഫോം തുറന്നിരുന്നു. അതായത് കേന്ദ്ര സർക്കാർ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. വൈദ്യുതി മേഖലയുടെ സ്വകാര്യവൽക്കരണത്തിന് ഒരു പാതയൊരുക്കാൻ കേന്ദ്ര BJP സർക്കാർ ടോട്ടക്സ് മോഡൽ ഒരു സ്മാർട്ട് മീറ്റർ പദ്ധതി മുന്നോട്ട് വെച്ചു. അത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. അതിനകത്ത് അവരുയർത്തിയ ഒരു വാദം, വൈദ്യുത ചാർജ് മുൻകൂർ വാങ്ങി വൈദ്യുതി വിൽക്കുന്ന ഒരു വ്യാപാരം, അത് അനധികൃത കണക്ഷനും മോഷണവും പരമാവധി കുറയ്ക്കാം. ഏത് പ്രദേശത്ത് എത്ര ലോഡ് വേണമെന്ന് യഥാസമയം മനസ്സിലാക്കാം. ഇങ്ങനെ കുറെ വിഷയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ ടോട്ടക്സ് മോഡൽ ഇവിടെ നടപ്പിലാക്കാൻ ആദ്യമായി സർക്കാർ മുന്നോട്ട് വന്നത്. ഇതിനെ KSEBയുടെ ട്രേഡ് യൂണിയൻ സംവിധാനം അതിനെ വളരെ ശക്തിയുക്തം എതിർത്തു. വെറുതെ എതിർക്കുക മാത്രമല്ല, ഇതിനൊരു ബദൽ മാതൃക ഞങ്ങൾ മുന്നോട്ട് വെച്ചു, ഒരു ബദൽ പദ്ധതി. ആ ബദൽ പദ്ധതി മുന്നോട്ട് വെച്ചത് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണകാലഘട്ടത്താണ്. അതിനകത്ത് വളരെയധികം പ്രശ്നങ്ങളുണ്ടായി. ആ പദ്ധതി, ഞങ്ങളുടെ ബദൽ മാതൃക അംഗീകരിക്കാതിരിക്കാൻ അന്നത്തെ വൈദ്യുതി മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള ആ വൈദ്യുതി വകുപ്പും ചെയർമാനും അടക്കം ബോർഡ് മാനേജ്മെന്റും ഞങ്ങൾക്കെതിരെ നിന്ന്. പക്ഷെ ഞങ്ങള് INTUCയും CITUവും AITUCയും 3 സംഘടനകളും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ അതിനെ ശക്തമായി ചെറുത്തു. ഞങ്ങളെ സംബന്ധിച്ച് ആ എതിർപ്പ് ഒരു ബദൽ പദ്ധതി സമർപ്പിച്ചുകൊണ്ടാണ്. ഞങ്ങൾ സമർപ്പിച്ച ആ ബദൽ പദ്ധതി ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അത് പരിശോധിക്കുവാൻ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ശ്രീ സജി ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ ഒരു 5 അംഗ കമ്മിറ്റിയെ നിയോഗിപ്പിക്കാൻ തീരുമാനിച്ചു. ആ കമ്മിറ്റി ഒരു വിശദ പഠനത്തിന് ശേഷം സംഘടന സമർപ്പിച്ച പദ്ധതി വിജയകരമായി നടത്താൻ കഴിയുമെന്നും സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർന്ന് ഈ സ്മാർട്ട് മീറ്റർ ഇത് KSEB തന്നെ സ്ഥാപിക്കുമെന്നും KSEBയുടെ ജീവനക്കാരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുമെന്നും ഇത് ഒരിക്കലും സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കില്ല എന്നും ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പാണ് ഇതിന്റെ പിന്നിൽ. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഈ 2026 ജനുവരിയിൽ ഇവിടെ സൂചിപ്പിച്ച സംഭവങ്ങൾ അത് മുന്നോട്ട് വന്നു എന്ന് മാത്രമല്ല, ഒരു തുടർഭരണം വന്നാൽ അന്നത്തെ വൈദ്യുതി വകുപ്പ് മേധാവികൾക്കും അന്നത്തെ വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർക്കും അവരുടെ ഇഷ്ടപ്രകാരം ഇത് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിൽ ഇക്കാര്യം മുന്നോട്ട്. അതായത് പ്രദീപ്, ഈ കരാറിനെ ഏതെങ്കിലും തരത്തിൽ ഇത് മുന്നോട്ട് പോകാതിരിക്കാൻ ഈ നിലവിലെ സർക്കാരിനെ സംഘടന ഈ ആശങ്ക അറിയിക്കുമെന്നതാണോ? ഉറപ്പായിട്ട് ഈ കരാർ ഇപ്രകാരം അല്ല ഞങ്ങൾ വച്ചിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, KSEBയിലെ ട്രേഡ് യൂണിയൻ സംവിധാനങ്ങൾ മുന്നോട്ട് വെച്ചത് KSEBയിലെ ജീവനക്കാർ ചെയ്യുമെന്നാണ്. ഇതൊരു സ്വകാര്യ കമ്പനിക്ക് ഇപ്പൊ കൊടുക്കാൻ തീരുമാനിച്ചത് UDF ഗവൺമെന്റ് വന്ന് മെയ് 18 സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മെയ് 19 മന്ത്രിക്ക് ചാർജ് പോലും കൈമാറുന്നതിന് മുമ്പ് ഈ ടെക്നിക്കൽ ബിഡിൽ തീരുമാനമെടുത്ത് KSEB പട്ടികയും കമ്പനിക്ക് കൈമാറി എന്ന് പറയുമ്പോൾ 34 കമ്പനികൾ ടെൻഡർ വിളിക്കുന്നു. അതില് അദാനിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അദാനി എന്ന കമ്പനിയുമായി മുട്ടി നിൽക്കാൻ മറ്റേതെങ്കിലും ഒരാളിന് കഴിയില്ല എന്ന കൃത്യമായ ബോധ്യമുള്ളവരാണ് ഈ വിഷയം അവർക്ക് കയ്യിൽ കൊടുത്തതും. ഇത് KSEBയിലെ തൊഴിലാളികളിൽ നിന്നും അല്ലെങ്കിൽ KSEBയെ പൊതുമേഖലയിൽ നിന്ന് തീർച്ചയായും ഇല്ലാതാക്കി മാറ്റാനുള്ള ഒരു ഹിഡൻ അജണ്ടയാണെന്ന് ഞങ്ങൾ കൃത്യമായി മനസ്സിലാകുന്നു. അതായത് ഇത് അദാനി എനർജി സൊല്യൂഷൻ കമ്പനിയെ ഉൾപ്പെടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് ഏത് രീതിയിലാണ് എന്ന് ഞങ്ങളോട് ബോധ്യപ്പെടുത്തിയിട്ടില്ല.
കാരണം ബോർഡിലെ ട്രേഡ് യൂണിയനുകളെ അവരെടുത്ത ഒരു പ്രതിഷേധം വെറും പ്രതിഷേധമല്ല, ഞങ്ങളൊരു ബദൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു, അത് അംഗീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ മീറ്റർ ആദ്യഘട്ടത്തിൽ സ്മാർട്ട് മീറ്റർ സ്ഥാപിച്ചത് സർക്കാർ സ്ഥാപനങ്ങളിലാണ്. ആ സർക്കാർ സ്ഥാപനങ്ങളിൽ ഈ മീറ്റർ സ്ഥാപിച്ചതിലൂടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ ആ പ്രൈവറ്റ്, അതായത് ടോട്ടക്സ് മോഡലും നമ്മളും തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്കിയാൽ തന്നെ ഏകദേശം 3100 കോടിയുടെ ലാഭം നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം വസ്തുതകൾ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ, അതായത് മെയ് 19 തീയതി ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് KSE പട്ടിക കമ്പനികൾക്ക് കൈമാറിയിരിക്കുന്നത്. ഇത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? വൈദ്യുതി ബോർഡിന് യഥാർത്ഥത്തിൽ ആ സമയത്ത് നാഥനില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. വളരെ നന്ദി ശ്രീ പ്രദീപ് കുമാർ. പ്രതികരിച്ചതിന് തുടരുക. ഒരു നിമിഷം.